കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അപ്പോ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? നമ്മള് ശാലിനിയുടെ കോച്ചിങ്ങിന്റെ കാര്യം. ആ കുട്ടി സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായെന്നതൊക്കെ ശരിയാ. പക്ഷേ നായേഴ്സ് അക്കാദമിയിൽ കോച്ചിങ്ങിനുള്ള യോഗ്യതയുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണം. അതിനിപ്പോ എന്താ ചെയ്യണ്ടേ? കുട്ടിയെ എനിക്കൊന്ന് കാണണം. ചെറിയൊരു യോഗ്യതാ പരീക്ഷ നടത്തി നോക്കും, അത്ര തന്നെ. അതില് പാസ്സായാൽ മാത്രം നായേഴ്സ് അക്കാദമിയിൽ പ്രവേശനം. മനസ്സിലായോ? മനസ്സിലായി. പ്രവേശനം കിട്ടിയാല് സിവിൽ സർവീസ് ഇന്റർവ്യൂ പാസ്സായതായി തന്നെ കണക്കാക്കിക്കോളൂ നിങ്ങള്. എന്റെ ഇന്റർവ്യൂവിനേക്കാൾ ലളിതമാ സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂ. സിവിൽ സർവീസ് കോച്ചിങ്ങിന്റെ ദ്രോണാചാര്യൻ എന്നാ എന്നെ പറ്റി അറിയപ്പെടുന്നത്. ആരെന്ന്? ദ്രോണാചാര്യൻ. അങ്ങനെ അതാ. എങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് വരാം. സമയമാവുമ്പോ വിളിക്കും. അപ്പോ വണ്ടിയുമായിട്ട് വന്ന് പിക്ക് ചെയ്യണം. ഓ വരാം. മനസ്സിലായോ? മനസ്സിലായി. അയാളുടെ അക്കാദമിയിൽ ശാലിനിക്ക് പ്രവേശനം കിട്ടിയ രക്ഷപ്പെട്ടതാ. എന്റെ ശാലിനി കളക്ടറാവും, അത് ഉറപ്പാ. എന്നാലും എന്തൊരു അഹങ്കാരം അയാൾക്ക് ആശാനെ. എടാ അയാൾക്ക് അഹങ്കരിക്കാൻ വകുപ്പുണ്ടാ. നമുക്കില്ലാത്തൊരു സാധനം അയാൾക്കുണ്ട്. അതെന്താ ആശാനെ? വിദ്യാഭ്യാസം. എന്നാലും എടാ ഇത് വിഷമിക്കണ്ട ദാസ, ഏട്ടത്തമ്മന്റെ അടുത്ത് എത്തിക്കോട്ടെ, ഓടിച്ചു മടക്കി. എന്താടാ ഒരു സ്വകാര്യം? ഒന്നുമില്ല ആശാനെ. ഈ ചാപ്റ്ററിൽ ഈ കണ്ടന്റ് അടുത്ത മാസത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അടുത്ത മാസം ഫസ്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ശരി, ഓക്കെ. രാജീവ് സാറേ. അഭിലാഷ് സാറോ? ഞാൻ സാറിനൊന്ന് കാണാതിരിക്കായിരുന്നു. എന്താ സാറേ? സാറിന്റെ വൈഫിന്റെ അനിയത്തിയില്ലേ ശ്യാമ? അതെ. ആ കുട്ടി കുറച്ച് നാളായിട്ട് കബഡി കോച്ചിങ്ങിന് വരുന്നില്ലല്ലോ. അല്ല, അവള് എല്ലാ ദിവസവും കോളേജിൽ വരുന്നുണ്ടല്ലോ. അത് തന്നെയാണ് സാർ പ്രശ്നം. സ്റ്റേറ്റ് ടീമിലേക്കുള്ള സെലക്ഷൻ ഇങ്ങ് അടുത്തു. നമ്മുടെ കോളേജിന് ഏറ്റവും പ്രതീക്ഷയുള്ളത് ശ്യാമയിലാണ്. നാഷണൽ ലെവലിൽ തന്നെ ഒരു മെഡൽ കൊണ്ടുവരാൻ ശേഷിയുള്ള കുട്ടി. അതുപോലൊരു കുട്ടി ഈ സമയത്ത് വിട്ടു നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ ആ കുട്ടിയുടെ ക്ലാസ്സിലേക്ക് നോട്ടീസ് അയച്ചു നോക്കി. ക്ലാസ്സും പലപ്പോഴും അറ്റൻഡ് ചെയ്യുന്നില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് സാറൊന്ന് അന്വേഷിച്ചേക്ക്. കബഡി കോച്ചിങ് സ്ഥലത്തൊന്നും പ്രത്യേകിച്ച് പ്രോബ്ലം ഉള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം. ഷുവർ സർ. എന്നാൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. സ്റ്റുഡൻസൊക്കെ കോച്ചിങ്ങിന് വരാൻ സമയമായി. സാറേ ഇല്ല. എനിക്ക് എന്റേതായ പ്രൈവസി ഉണ്ട് സർ. സാർ എന്റെ വല്യേച്ചി കല്യാണം കഴിച്ചത് എനിക്കൊരു ശിക്ഷയാകരുത്, പ്ലീസ്. പിടിച്ചിരുന്നോണേ. ശരി. എത്ര നേരമായി ഡിവിലി കിടപ്പ് തുടങ്ങിയിട്ട്? ഒരു 2-3 മണിക്കൂറായി കാണും. വെള്ളം തെളിച്ച് നോക്കിയില്ലേ നീ? അതിനൊക്കെ ആർക്കാ നേരം? അർജുനേട്ടന്റെ അടിയുണ്ട്, കുറച്ചു നേരം അവിടെ തന്നെ കിടന്നു. ഇത്രയും ഭാരം തൂക്കിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? പിന്നെ അർജുനേട്ടൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. ചത്തെങ്ങാനും പോവോ?
ഏയ് ഞാൻ നോക്കി, ശ്വാസമുണ്ട്, ബോധം പോയെന്നേ ഉള്ളൂ. അല്ല, എങ്ങനെയാ പ്രശ്നം തുടങ്ങിയത്? സത്യഭാമയായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞ് ശാലിനി ഇവിടെ വന്നു. ആ, അത് കൊള്ളാലോ. ശാലിനിയുമായിട്ട് തെറ്റിക്കാൻ ഞാൻ പ്രീതിയെ സ്ക്രൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്താ അവൾ ഇങ്ങോട്ട് വന്ന് കയറി കൊടുത്തത്. നിന്റെ പണി നീ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടല്ലേ? പിന്നല്ലാതെ അമ്മ പറഞ്ഞേൽപ്പിച്ച പണി ചെയ്യാതിരിക്കാൻ പറ്റുമോ? ആ, എന്നിട്ട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രീതി ശാലിനിയെ ആട്ടിയിറക്കി. അതും പറഞ്ഞ് അർജുനേട്ടനും ഇവളും തമ്മിൽ വഴക്കുമായി. അർജുനൻ തന്നെ ഇവളെ അടിച്ചത്? പറഞ്ഞു കയറിയപ്പോ ഇവൾ അർജുനേട്ടനെ നന്നായിട്ടൊന്ന് കുത്തി. അർജുനേട്ടന് ശാലിനിയായിട്ട് അവിഹിതമുണ്ടോന്നുള്ള അർത്ഥത്തിലായി സംസാരം. അപ്പൊ തന്നെ അർജുനേട്ടൻ അടിയും കൊടുത്തു. നന്നായി. എന്ത്, ഇവള് പറഞ്ഞതോ അതോ അർജുനേട്ടൻ ഇവളെ അടിച്ചതോ? രണ്ടും. എടീ, അർജുനീന്ന് ഇവളെ അടർത്തിയെടുക്കാൻ നമ്മൾ പഠിച്ച പണി 18 പയറ്റി. എന്നിട്ട് നടന്നോ? രണ്ടും വീണ്ടും ഒട്ടി. അവരെ തമ്മിൽ അകറ്റാൻ ഏറ്റവും നല്ല വഴി ശാലിനിയെ ഇടയ്ക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാ. അർജുൻ സഹോദരിയെ പോലെ കാണുന്ന ആളാ ശാലിനി. ആ ശാലിനിയെ ചേർത്ത് സംശയം പറഞ്ഞതോടെ അർജുന്റെ മനസ്സിൽ ഇവളെക്കുറിച്ച് വെറുപ്പിന്റെ ഒരു കുമിള പൊട്ടി. അതൊരു മഹാസമുദ്രമാക്കി എടുക്കേണ്ടത് നമ്മളാ. ശാലിനിയെ പറ്റി ചിലതൊക്കെ നീ പറഞ്ഞു കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? ഇവളത് വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ടാ ശാലിനി വന്നപ്പോ ഇവള് മുഖത്തടിച്ചതുപോലെ പെരുമാറിയത്. ശാലിനി അർജുനുമായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് സംശയമുള്ളതുപോലെ ആയിരിക്കണം ഇനി നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മൾ തന്നെ പറയുമ്പോ ഇവളത് കൂടുതൽ വിശ്വസിക്കും. ആ സംശയത്തിന് മനസ്സിൽ വേരുറച്ചാൽ ഇവളത് അർജുന്റെ അടുത്ത് പ്രകടിപ്പിക്കും. അർജുൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യം അത്. പോകെ പോകെ ഇവളെ കാണുന്നത് തന്നെ വെറുപ്പാകും അർജുന്. അതാ നമുക്ക് വേണ്ടതും. രണ്ടാളും പരസ്പരം വെറുത്തു കഴിഞ്ഞാൽ അർജുൻ ഡിവോഴ്സിനും രണ്ടാം വിവാഹത്തിനും ഒക്കെ സമ്മതിക്കും. അപ്പോ സത്യഭാമയും വിഷ്ണു ഒക്കെ? ഏത് സത്യഭാമ, ഏത് വിഷ്ണു? ഈ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ച് തന്നെയാടി അവരെല്ലാം ഞാൻ ഇവിളി നകറ്റിയത്. സത്യഭാമയ്ക്കെതിരെ ഇവള് കള്ളക്കേസ് കൊടുത്തു. അവരെ മരണക്കിടക്കയില് ഒരു നോക്ക് കാണണോന്ന് പറഞ്ഞ് കെഞ്ചി വന്ന വിഷ്ണുവിനെ ശാലിനിയും ആട്ടിപ്പായിച്ചു. ഇനി ആരാടി ഇവളെ സപ്പോർട്ട് ചെയ്യാൻ? നമ്മൾ ഇറക്കി വിട്ടാൽ തെരുവിൽ കൂടെ അലയും. അതും ഞാൻ എന്റെ ഈ കണ്ണുകൾ കൊണ്ട് കാണും. എന്റെ മകനെ എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തവളാ. സത്യഭാമയ്ക്കെതിരെ കള്ളക്കേസോ? അപ്പോ അവരല്ലേ പ്രീതിക്ക് കൊടുത്ത പായസത്തിൽ വിഷം ചേർത്തത്? അവരൊന്നും അല്ലടി. പിന്നെ വേറെ ആരാ? വേറൊരാൾ. പായസത്തിൽ വിഷം ചേർത്ത് ഇവളുടെ കുഞ്ഞിനെ കൊന്നെന്ന് പറഞ്ഞ് നമ്മൾ ഇവളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചില്ലേ? അതിനേതാനും ദിവസങ്ങൾക്ക് ശേഷം യഥാർത്ഥ പ്രതി എന്നെ കാണാൻ വന്നിരുന്നു. എന്തിനാ നീ കാണണമെന്ന് പറഞ്ഞത്? പറയാം.
എനിക്ക് ചില പ്രധാന കാര്യങ്ങൾ ആന്റിയോട് പങ്കുവയ്ക്കാനുണ്ട്. പെട്ടെന്ന് വേണം, എനിക്ക് വേറെ ജോലിയുള്ളതാ. ഭാമാന്റിയോട് പിണക്കമുണ്ടെങ്കിൽ എന്തിനാ ആന്റി അത് എന്നോട് കാണിക്കുന്നേ? നമ്മളൊക്കെ ഒരേ അച്ചിൽ വാർത്തവരാ. ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് അതിനുവേണ്ടി പോരാടുന്നവർ. ലക്ഷ്യങ്ങൾ വേറെയാണെങ്കിലും അത് നേടിയെടുക്കാൻ ജീവൻ കളഞ്ഞും ശ്രമിക്കുന്നവർ. അങ്ങനെയുള്ളവർക്കിടയിൽ ഒരു സഖ്യം ഉണ്ടാക്കുന്നത് നല്ലതാ. പരസ്പരം സഹായിക്കാനോ ഉപദേശം തേടാനോ ഒക്കെ പറ്റുമല്ലോ. വസുമതി ആന്റിയുടെ ലക്ഷ്യം സത്യഭാമയുടെ തകർച്ചയാണ്. അർജുനെ പ്രീതിയുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കുകയും വേണം. പ്രീതിയോട് എനിക്കിപ്പോ ദേഷ്യമൊന്നുമില്ല, അവളിപ്പോ എന്റെ കൂടെയാ. അങ്ങനെ അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ ആന്റി. ഭാമാന്റിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യം ആന്റി നേടിയെടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. പ്രീതി അപ്പോഴും അർജുന്റെ ഭാര്യ തന്നെയല്ലേ? അതിനെന്താ സംശയം? അത് വേണോ ആന്റി? എന്തൊക്കെ പറഞ്ഞാലും പ്രീതി സത്യഭാമയുടെ മകള് തന്നെയാ. പ്രീതി ഒപ്പമുള്ള കാലത്തോളം അർജുൻ അങ്ങോട്ടൊരു ചായ്വ് കിടക്കുകയും ചെയ്യും. ഒരു ചെടി പിഴുതെറിയാൻ തീരുമാനിച്ചാൽ അത് വേരോടെ അങ്ങ് കളയുന്നതല്ലേ നല്ലത്? മറിച്ച് ഭാമാന്റിയുടെ തകർച്ചയ്ക്ക് ശേഷം പ്രീതിയെ ഉപേക്ഷിച്ചാൽ ആന്റിക്ക് രണ്ടിടത്താ നേട്ടം. മരം മുറിച്ച ശേഷം എന്തിനാ ആന്റി കോടാലിയും കഴുത്തി തൂക്കി നടക്കുന്നേ? അവള് വെറും ആയുധം. വേറെ പെണ്ണ് കിട്ടില്ല അർജുന്. ഒരു കണക്കിന് ആലോചിക്കുമ്പോ നീ പറയുന്നത് ശരിയാ. ഒരു കണക്കിനല്ല, എല്ലാ കണക്കിനും അത് തന്നെയാ ശരി. പക്ഷേ നീ ഭാമയുടെ പക്ഷത്തല്ലേ? നീ എന്തിനാ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്? എന്നാര് പറഞ്ഞു? എനിക്കൊരു നേതാവേ ഉള്ള ആന്റി, അത് ഞാൻ തന്നെയാ. ഭാമാന്റിയുടെ പക്ഷത്ത് ഞാൻ നിൽക്കുന്നത് വിഷ്ണുവേട്ടൻ എനിക്ക് കിട്ടാൻ വേണ്ടിയാ. അവരൊരു മരമണ്ടിയാ. പക്ഷേ രണ്ട് പ്രധാന തടസ്സങ്ങൾ മുന്നിലുണ്ട്: ശാലിനിയും പ്രീതിയും. അതെനിക്ക് മാറ്റിയേ പറ്റൂ. അല്ല, അത് ഞാനുമായിട്ട് എന്താ ബന്ധം? ഇതാ പറയുന്നത് ആന്റിക്ക് വലിയ ബുദ്ധിയില്ലാന്ന്. പ്രീതി ചിലപ്പോ ഈ സമയം ആന്റിയുടെ കൂടെ നിന്നിരിക്കും. പക്ഷേ ഭാമാന്റിക്ക് ഒരു അടി കിട്ടുന്നു എന്ന് തോന്നിയാ സർവ്വ ആയുധങ്ങളും എടുത്ത് ശാലിനി പടക്കളത്തിലിറങ്ങും. അവളെ തടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ആന്റിക്ക്? അതെ, IAS ബുദ്ധിയാ. അപ്പോ ശാലിനി ഉള്ളപ്പോ ആന്റിക്ക് ഈ യുദ്ധം ജയിക്കാനാവില്ല. ഭാമാന്റിക്ക് മുമ്പേ അല്ലെങ്കിൽ അതിനൊപ്പം അവള് വീഴണം. അതിനെന്താ ചെയ്യേണ്ടത്? പ്രീതിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ പായസത്തിൽ വിഷം ചേർത്ത് കൊന്ന കേസിൽ ഇവര് രണ്ടുപേരിൽ ഒരാളകത്തായാൽ അവിടെ തുടങ്ങും ഭാമാന്റിയുടെ തകർച്ചയും തളർച്ചയും. അതിന് ശാലിനിയുടെ കയ്യിൽ എന്തൊക്കെയോ ഫോറൻസിക് തെളിവുകളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അവിടെയാ എനിക്ക് ആന്റിയുടെ സഹായം വേണ്ടത്. വാസ്തവത്തിൽ അതിനുവേണ്ടിയാ ഈ കൂടിക്കാഴ്ച തന്നെ. പായസത്തിൽ വിഷം ചേർത്തത് ഭാമാന്റി അല്ല, മറ്റാരെങ്കിലും ആണെന്ന് ശാലിനി തെളിയിക്കാൻ ശ്രമിച്ചാൽ അതല്ല, അത് ചെയ്തത് ഭാമാന്റി തന്നെയാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കണം പ്രീതി. കോടതിയിലും അവൾ അതേ പറയാൻ പാടുള്ളൂ. ആ ഉറപ്പ് വാങ്ങണം വസുമതി ആന്റി. വേറെ ആരാണെന്ന് തെളിയിക്കാൻ സത്യഭാമ തന്നെയല്ലേ അത് ചെയ്തത്? ഭാമാന്റി അല്ലെങ്കിലോ? പിന്നെ ശാലിനി ACP ശ്രീരഞ്ജനിക്ക് മുന്നിൽ പറഞ്ഞത് ശരിയാ. പായസത്തിൽ വിഷം ചേർത്ത് പ്രീതിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊന്നത് അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ടായിരുന്നവരിൽ ഒരാൾ തന്നെയാണ്. പക്ഷേ അതൊരിക്കലും ഭാമാന്റി അല്ല. പിന്നെ പിന്നെ ആരാന്നാ നീ പറയുന്നേ? ഞാൻ, ഈ സുസ്മിത. നീയോ? അതെ. നിന്നെ ഞാൻ നിന്നെ ഞാനെന്ന് വെറുതെ വിടില്ലടി. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ ശ്രമിക്ക. ബി കൂൾ. എന്റെ അർജുന്റെ കുഞ്ഞിനെ പച്ചയ്ക്ക് കൊന്ന് തിന്നു പറഞ്ഞിട്ട് ഞാൻ കൂളാവണോ അല്ലേടി? ശരിയാക്കി തരാടി നിന്നെ. അഴി എണ്ണന്നേ എണ്ണിക്കൂ ഈ വസുമതി. ആന്റിക്ക് ആരെയാ ജയിലിലേക്ക് അയക്കേണ്ടത്?
എന്നെയോ അതോ ഭാമാന്റെയോ? പായസത്തിൽ വിഷം ചേർത്തത് ഞാനാണെന്ന് തെളിഞ്ഞ പ്രീതിക്ക് ഭാമാന്റെയോടുള്ള പിണക്കം മാറും. രണ്ടാളും വീണ്ടും ഒന്നാവുമ്പോഴേ ആന്റി ഔട്ടാ. ഞാനാണ് കുറ്റവാളിയെന്ന് തെളിഞ്ഞാൽ ശാലിനിയെ സർവാത്മന തന്റെ മരുമകളായി സ്വീകരിക്കാൻ തയ്യാറാകും ഭാമാന്റി. പിന്നെ ആന്റിക്ക് തൊടാൻ പറ്റാത്തത്ര ഉയരത്തിലേക്കാവും അവര് കയറി നിൽക്കുക. പ്രീതിയുടെ വയറ്റിലുണ്ടായിരുന്നത് അർജുന്റെ കുഞ്ഞു മാത്രമായിരുന്നില്ല, സത്യഭാമയുടെ കൊച്ചുമകൻ. അവൻ പോലും നാളെ ആന്റിക്കെതിരെ ആയുധമെടുത്തെന്ന് വരാം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആന്റിക്ക് ഭാമാന്റി വാഗ്ദാനം ചെയ്ത 1 കോടി രൂപ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? എല്ലാം തൊലച്ചിട്ട് ഒറ്റപ്പെടണോ അതോ അർജുനെ 1-2 കോടിക്ക് വിലപേശി വിൽക്കണോ? അർജുൻ ഇനിയും പിറക്കും കുഞ്ഞ്. നന്നായിട്ട് ആലോചിക്ക. സോറി, റോങ് നമ്പർ. മിടുക്കി മിടുമിടുക്കി. വീട്ടിൽ പോയി തല തണുക്കെ നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കുളിക്ക്. എന്നിട്ട് ശാന്തമായി ആലോചിക്കുമ്പോൾ മനസ്സിലാവും സുസ്മിത ചെയ്തത് തന്നെയാ ശരിയെന്ന്. ആ, പറഞ്ഞതുപോലെ പ്രീതിയെ നമുക്കൊപ്പം തന്നെ നിർത്താൻ നോക്കാം. ബൈ ആന്റി. അമ്മ ഇതെന്താ പോലീസിനോട് പറയാതിരുന്നത്? സുസ്മിതയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് എനിക്കെന്ത് ഗുണാടി? സത്യഭാമയെ കൊടുക്കാൻ വേണ്ടിയാ ഇവളെ കൊണ്ട് ഞാൻ ആ പരാതി കൊടുപ്പിച്ചത്. അതിനൊപ്പം ഇവളും സത്യഭാമയും തമ്മില് മാനസികമായി അകലു എന്നൊരു ഗുണം കൂടി ഉണ്ടായിരുന്നു അതിന്. സത്യഭാമ തന്നെ പ്രതിന്ന് വരുന്നതാ എനിക്ക് നല്ലത്. അത് നന്നായി അറിയാവുന്നതുകൊണ്ടാ സുസ്മിത എന്റെ അടുത്ത് എല്ലാം തുറന്നു പറഞ്ഞതും. അത് തന്നെയാ നല്ലതല്ലേ? പക്ഷേ ആ ശാലിനി ഇനി എന്തെങ്കിലും തെളിവ് കൊണ്ടുവരാതിരുന്നാ മതി. അട്ടയുടെ കണ്ണ് കണ്ടവളാ. അപ്പൊ കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിച്ച വഴിക്ക് തന്നെയാ നീങ്ങുന്നത് അല്ലേ? സംശയം എന്താ? ഇവളൊരു മരപ്പൊട്ടിയായത് നമുക്ക് ഗുണം ചെയ്തു. സത്യഭാമ ഇവളുടെ കുഞ്ഞിനെ കൊല്ലുമെന്നല്ല, അങ്ങനെ ആലോചിക്കുമെന്നെങ്കിലും ആരെങ്കിലും വിശ്വസിക്കൂ? ഇവൾക്ക് ആദ്യം ഒരു കുഞ്ഞു വയറ്റിലുണ്ടായപ്പോ അതിനെ അബോർട്ട് ചെയ്ത് കളയണമെന്ന് വാശി പിടിച്ചത് ഞാനാ. വേണ്ടാന്ന് സത്യഭാമയും. അതേ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ അർജുന്റെ ഒരു കയ്യബദ്ധത്തിലാണ് ആ കുഞ്ഞിന് നഷ്ടമായത്. എങ്കിലും ഞാൻ വിചാരിച്ചത് നടന്നു. നിന്റെ കല്യാണം കഴിഞ്ഞു മതി അർജുനൊരു കുഞ്ഞു പിറക്കുന്നതെന്നാ അന്നും ഇന്നും എന്റെ നിലപാട്. അകറ്റി നിർത്തിയിട്ടും അതിനിടയിൽ ഇവള് കയറി വീണ്ടും ഗർഭിണിയായി. അതെങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ അത് അർജുന്റെ കുഞ്ഞല്ലാന്ന് ഞാൻ വാദിച്ചത്. DNA ടെസ്റ്റ് റിപ്പോർട്ട് എതിരായപ്പോ എന്റെ മനസ്സൊന്ന് തണുത്തതാ. അതൊരായുധമാക്കി സത്യഭാമയെ നാണം കെടുത്താൻ വേണ്ടിയാ ഇവളുടെ സീമന്ത ചടങ്ങിലേക്ക് ഞാൻ കയറി ചെന്നത്. പക്ഷേ ശരിക്കുള്ള റിപ്പോർട്ടുമായി ശാലിനി വന്നതോടെ അതെനിക്ക് തിരിച്ചടിച്ചു. അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് നടത്തിയ വെല്ലുവിളിയല്ലേ, കുഞ്ഞിനെ അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലെന്നായി. ഇവളുടെ സീമന്തരേഖയിലെ സിന്ദൂരം വെച്ച് അടുത്ത് നിർത്തി ആശ്ലേഷിക്കുമ്പോഴും ഞാൻ
മനസ്സിൽ കരയുകയായിരുന്നു. ഇവൾക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് സത്യഭാമ 1 കോടി രൂപ സമ്മാനം പ്രഖ്യാപിച്ചതോടെ എന്റെ മനസ്സൊന്ന് കുളിർത്തു. അങ്ങനൊരു വാഗ്ദാനം മുന്നിലുണ്ടായിരുന്നെങ്കിൽ ഇവളുടെ വയറ്റിൽ കിടക്കുന്നത് അർജുന്റെ എന്നല്ല, ആരുടെ കുഞ്ഞായാലും എപ്പോഴും ഞാൻ സ്വീകരിച്ചേനെ. അതൊക്കെ എങ്ങനെയമ്മേ? കുഞ്ഞു പിറന്നാലും ഇല്ലെങ്കിലും ഇവളെ അടിച്ചിറക്കി വിടാനുള്ളതല്ലേടി